ഏത് പൊസിഷനാണ് സെക്സ് ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്? മിഷനറി, ഡോഗി, കൗഗേൾ, 69. ഉത്തരം മിഷനറി. പുരുഷന് കൂടുതൽ വികാരം വരുന്നത് ഏത് ശരീരപ്രകൃതമുള്ള സ്ത്രീകളുമായി സെക്സ് ചെയ്യുമ്പോഴാണ്? തടിച്ചവർ, നീളം കുറഞ്ഞത്, മെലിഞ്ഞവർ, നീളം കൂടിയവർ. ഉത്തരം മെലിഞ്ഞവർ. ഏത് വസ്ത്രമാണ് പുരുഷബീജത്തിന്റെ ഉൽപാദനം കുറയ്ക്കുന്നത്? ലുങ്കി, നിക്കർ, ജീൻസ്, അടിവസ്ത്രം. ഉത്തരം അടിവസ്ത്രം. എന്ത് ലക്ഷണമാണ് പുരുഷൻ ലൈംഗികപരമായി കരുത്തൻ എന്ന് സൂചിപ്പിക്കുന്നത്? വർക്കൗട്ട് ചെയ്യുന്നവൻ, നെഞ്ചുവികാസം, കൂടുതൽ രോമമുള്ളവർ, മെലിഞ്ഞവർ. ഉത്തരം നെഞ്ചുവികാസം, കൂടുതൽ രോമം ഉള്ളവർ. ദിവസവും ചോറ് കഴിക്കുന്നവർക്ക് വരാൻ സാധ്യത ഉള്ള അസുഖം? ഹാർട്ട് അറ്റാക്ക്, അലർജി, കൊളസ്ട്രോൾ, ഷുഗർ. ഉത്തരം ഷുഗർ. ഏത് വിറ്റാമിനാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത്? വിറ്റാമിൻ ഡി, വിറ്റാമിൻ കെ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി. ഉത്തരം വിറ്റാമിൻ കെ. ഏത് രണ്ട് അവയവമാണ് സെക്സ് കൊണ്ട് വലുതാവുന്നത്? ചുണ്ട്, സ്തനം, യോനി, വയർ. ഉത്തരം യോനി, സ്തനം. ഏതു പഴമാണ് കരളിലെ വിഷാംശം നീക്കാൻ സഹായിക്കുന്നത്? കിവി, പ്ലംസ്, അവക്കാഡോ, വാൽനട്ട്. ഉത്തരം വാൽനട്ട്. ഏത് അവയവമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്നത്? കണ്ണ്, വൃക്ക, ഹൃദയം, കരൾ. ഉത്തരം കണ്ണ്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏത്? കരൾ, വൃക്ക, തലച്ചോർ, ഹൃദയം. ഉത്തരം കരൾ. ഏത് തരം ആളുകളാണ് സെക്സ് കൂടുതൽ ആസ്വദിക്കുന്നത്? മെലിഞ്ഞവർ, തടിയുള്ളവർ, പൊക്കം കുറവുള്ളവർ, പൊക്കം കൂടുതൽ ഉള്ളവർ. ഉത്തരം തടിയുള്ളവർ. എത്ര തരം സ്ത്രീയോനി ഉണ്ട്? 2, 10, 7, 1. ഉത്തരം 7. എത്രാം വയസ്സു മുതലാണ് പുരുഷന്റെ ലൈംഗിക വികാരം കുറഞ്ഞു വരുന്നത്? 35, 45, 55, 50. ഉത്തരം 55. ഏത് രോഗമാണ് മൂത്രമൊഴിക്കാതെ പിടിച്ചുവെച്ചാൽ വരുന്നത്? വയറുവേദന, തലവേദന, കിഡ്നി സ്റ്റോൺ, ദഹനക്കേട്. ഉത്തരം കിഡ്നി സ്റ്റോൺ. ഏത് അവയവമാണ് ഷുഗർ ഉള്ളവർക്ക് ആദ്യം തകരാർ സംഭവിക്കുന്നത്? വയർ, ഹൃദയം, കണ്ണ്, കരൾ. ഉത്തരം കണ്ണ്. ഏതു രോഗമാണ് കൂടുതൽ ടെൻഷൻ അടിക്കുന്നവർക്ക് വരുന്നത്? ഷുഗർ, മറവി, കൊളസ്ട്രോൾ, ഹൃദ്രോഗം. ഉത്തരം ഹൃദ്രോഗം. ഏത് ഇലയാണ് പല്ലുവേദന കുറയ്ക്കുന്നത്? മല്ലിയില, പേരയില, പ്ലാവില, ആര്യവേപ്പില. ഉത്തരം പേരയില. മുഖത്തെ കരുവാളിപ്പ് മാറ്റാൻ സഹായിക്കുന്നത്? മഞ്ഞൾ, തക്കാളി, തേൻ, തൈര്. ഉത്തരം തൈര്. ഏത് സമയമാണ് ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടാൻ ഏറ്റവും അനുയോജ്യം? ഉച്ചയ്ക്ക്, വൈകുന്നേരം, പുലർച്ചെ, രാത്രി. ഉത്തരം പുലർച്ചെ.